രാജക്കട ഗ്രാമപഞ്ചായത്തിൽ UDF തേരോട്ടം നടത്തിയപ്പോൾ കേരള കോൺഗ്രസിനും പഞ്ചായത്തിലെ 2 വാർഡുകൾ നഷ്ടമായി. എന്നാൽ കാലങ്ങളായി UDFന്റെ കുത്തകയായിരുന്ന നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിലെ രാജക്കാട് ഡിവിഷൻ തിരികെ പിടിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് LDFും കേരള കോൺഗ്രസും. കന്നിയംഗത്തിനിറങ്ങിയ UDF കോട്ട തകർത്ത് ഡിവിഷൻ തിരിച്ചുപിടിച്ചത് യുവജനേതാവ് കൂടിയായ വിപിൻ സി അഗസ്റ്റിനാണ്. ജനങ്ങൾക്കൊപ്പം നിന്ന് വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിപിൻ സി അഗസ്റ്റിനും പ്രതികരിച്ചു. ഈ നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തൊട്ടാകെ ഒരു UDF അനുകൂലമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എങ്കിലും ഈ രാജാക്കാട് ഉൾപ്പെടെയുള്ള മേഖലയിലും ആ തരംഗത്തിനൊപ്പമുള്ള ചെറിയ പ്രതിഫലനങ്ങളുണ്ടായി. അതിനിടയിലും ആദ്യമായി മത്സരരംഗത്തേക്ക് വന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ നിരവധി കാലഘട്ടങ്ങളായി UDFൻ്റെ കയ്യിലിരുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനാണ് രാജാക്കാട്. അവിടെ ആദ്യമായി മത്സരരംഗത്തേക്ക് ഇറങ്ങിയ എനിക്ക് ഏറ്റവും നല്ല പിന്തുണയാണ് ഈ നാട്ടിലെ ജനങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങളും ഒരുക്കി തന്നത്. ഇത്രയും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുവാൻ സാധിച്ചത് ഈ നാട്ടിലുള്ള ജനങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണത്തിൻ്റെ ഒരു വലിയ പ്രതിഫലനമാണ്. അതിന് എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ രാഷ്ട്രീയ സാഹചര്യത്തിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് കൃത്യമായ പഠനം നടത്തുകയും വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തുന്നതിനും എല്ലാ മുന്നണികളും അതിനുള്ള ശ്രമങ്ങൾ നടത്തും എന്നുള്ള ഒരു പൂർണ്ണമായ ബോധ്യമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഈ രാജാക്കാട് മേഖലയിൽ നിൽക്കുവാൻ സാധിക്കുമ്പോൾ ഈ നാട്ടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു വേർതിരിവുമില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. അത്തരത്തിൽ മുന്നോട്ട് പോകാമെന്ന വലിയ പ്രതീക്ഷയാണുള്ളത്. എൻ്റെ എല്ലാ വോട്ടർമാരോടും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അതോടൊപ്പം എല്ലാവരെയും നേരിൽ വന്ന് കാണണം എന്നുള്ള അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നത്തിൽ കൂടിയാണ് ഈ സാഹചര്യത്തിൽ.